ഇന്ന് നമ്മൾ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അതായത് 250 ml കപ്പിന് 1/2 കപ്പ് റവ ആട്ടോ എടുക്കേണ്ടത്. ഇനി 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി പാലാണ് ഒഴിച്ചെടുക്കുന്നത്. പാല് 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് തന്നെ 1/2 കപ്പ് പാല്. അളവ് കറക്റ്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ശരിയായി വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ ചിലവരൊക്കെ പറയും ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായിട്ടില്ല എന്നൊക്കെ പറയലുണ്ട്, കമൻറ്റ് വരലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് 10 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റവ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. റവ ഒക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഇതിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടിക്കോളും. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട്. ബാറ്റർ നന്നായിട്ട് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തോണ്ടി. ഇത് കറക്റ്റിനുള്ള ലൂസാണ്. ഇനി നമുക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയും ചെയ്തോളും. അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ണിപ്പച്ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ഇതിൽ ഓരോ കുഴിയിലേക്കും ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ കുഴിയിലേക്കും മാവ് ഒഴിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ ഡയറക്റ്റായിട്ട് സ്റ്റൗവിൽ വെച്ചെടുക്കണില്ല. അപ്പോൾ ഇതുപോലെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് വെച്ചെടുക്കാം.
ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് സമയമാകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് സമയം ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുക്ക് ചെയ്തെടുക്കാൻ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റ് സമയം വെക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ഇത് മറിച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.